ഒരാളെ സ്വസ്ഥമായ ഒരു ജോലിയെ സമ്മതിക്കുന്നത് നീയല്ലേ? ഞാനോ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഇന്നലെ വൈകിട്ട് പോലെ ഞാൻ ശ്രദ്ധിക്കാ. മോഹനോട് എന്തോ പറ്റിയിട്ടുണ്ട്. കാര്യം എന്താ പറ മോനോട്ടാ? ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ നിന്ന് പോ. അല്ല വേണ്ട, ഞാൻ തന്നെ വായിക്കാം. മനസ്സമാധാനം വേണ്ട എനിക്കാണല്ലോ. അല്ല വേണ്ട, ഇങ്ങോട്ടല്ലേ പോണ്ടു. ഇത് കാര്യമായിട്ട് തകരാറ് തന്നെയാ. എന്താ ചെയ്യാ? വക്കീലേ, ഉത്തമ എന്തായാലും ഭാഗ്യേ. നമസ്കാരം വക്കീലേ. ആ സുരേന്ദ്രന്റെ കേസിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇന്നലെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. സുരേന്ദ്രന്റെ കേസല്ല ഉത്തമ പ്രശ്നം. മോഹനേട്ടൻ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പോ? എന്തു കുഴപ്പം? ആകെപ്പാടെ ഒരു വല്ലായികയാ. എന്തൊക്കെയോ പറയുന്നു ചെയ്യുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിപ്പോ മോഹനേ സാർ പറയുന്നതൊന്നും സാധാരണ എനിക്ക് പോലും മനസ്സിലാവാറില്ലല്ലോ. അതൊരു പ്രശ്നമാണോ വക്കീലേ? ഇത് അതുപോലെ അല്ല ഉത്തമ. ഇന്നലെ ആഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ വല്ലാത്തൊരു മാറ്റമുണ്ട് മോഹനേട്ടന്. സാധാരണ വരുമ്പോ തന്നെ ചായ കുടിക്കുന്നതാ. ഇന്നലെ വന്നപാടെ എന്നോട് മിണ്ടാന്ന് മുറി കയറി വാതിൽ അടച്ചു കളഞ്ഞു. ചായയുമായി ചെന്ന് വിളിച്ചപ്പോ എന്നോട് കുറെ വടക്കുണ്ടാക്കി. മനുഷ്യനെ കുറച്ച് മനസ്സമാധാനം വേണം, ശല്യപ്പെടുന്നത് നിനക്കൊന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. രാത്രി 8 മണി വരെ മുറിക്കകത്തിരുന്നു. ആഫീസിലെ എന്തോ ജോലിയായിരുന്നു പ്രശ്നം തോന്നുന്നുണ്ട്. 8 മണിക്ക് വാതിൽ തുറന്ന് ഇറങ്ങി വന്ന് നേരെ പോയി അത്താഴം കഴിച്ചു. വീണ്ടും മുറിക്കരി വാതിലടച്ചു. രാത്രി ഉറങ്ങാൻ നേരം എന്നോട് പറഞ്ഞു, നീ ഉറങ്ങിക്കോ, എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന്. ഞാൻ പോയി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇടയ്ക്ക് ഉണർന്ന് നോക്കിയപ്പോ അകത്തെ മുറി ലൈറ്റ് ഉണ്ടായിരുന്നു. അതാണ് വക്കീൽ ഇത്ര വലിയ കാര്യം. കളക്ടറോ തഹസീൽദാരോ ഏതെങ്കിലും പ്രധാനപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഒരു ജോലിയേറ്റ് അത് ചെയ്ത് തീർക്കാതെ അടങ്ങുന്ന സ്വഭാവം അല്ലല്ലോ സാറിന്റേത്. ഇതൊക്കെ എനിക്കറിഞ്ഞൂടെ ഉത്തമ. പക്ഷെ ഇന്ന് നേരം വെളുത്ത മുതൽ വേറൊരു മട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക, ഉറക്ക സംസാരിക്കുക, ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും ചാടി പിടിക്കാൻ വരിക. അതൊരു പുതിയ സംഭവം അല്ലല്ലോ വക്കീലേ. ആരോട് സംസാരിക്കുമ്പോ സാറിന്റെ രീതി അതല്ലേ? എന്നോട് സംസാരിക്കുമ്പോഴായിരുന്ന കുഴപ്പമില്ലായിരുന്നു ഉത്തമ. ഇത് തഹസിൽദാരോട് തട്ടിക്കറി. തഹസിൽദാരോടാ? ആ, തഹസിൽദാരെ അങ്ങോട്ട് വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു. മാന്യ മര്യാദക്കാരനുമായ സർക്കാർ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണല്ലോ വക്കീലേ. കാര്യം തഹസീൽദാരോട് സാറിന് അത്രയ്ക്ക് ബഹുമാനമല്ലേ? അതുപോട്ട് സാറിപ്പോ എവിടെ ഉണ്ട്? എന്നോട് വഴക്കുണ്ടാക്കിട്ട് അകത്തെ മുറിലോട്ട് പോയിട്ടുണ്ട്. വാ, ഞാൻ കാണിച്ചു തരാം. ചേട്ടാ, എവിടെ കാണുന്നില്ല.